ഇന്ന് എൻ്റെയും ശരത്തേൻ്റെയും 10th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. കുളിച്ച് റെഡിയൊക്കെ ആയി. 10ാം വിവാഹ വാർഷികം 10 വർഷമായി. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് 10 വർഷം കടന്നുപോയി. അപ്പൊ ഇന്ന് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നില്ല. അവർക്ക് സ്കൂളുണ്ട്, ഹാഫ് ഡേ ആണ്. ഇന്നൊരു നോ ബുക്ക് ഡേ ഒക്കെയാണ് കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് ക്ലാസ് ഒന്നും എടുക്കില്ല. മാത്രല്ല ആനിവേഴ്സറി ആയ കാരണം കൊണ്ട് ഞങ്ങളുടെ ഒപ്പം വേണം ഇന്നത്തെ ദിവസം എന്ന് ഞങ്ങളും വിചാരിച്ചു. അവർക്കും അത് തന്നെയാണ് താല്പര്യം. അപ്പൊ പിന്നെ എന്നാ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് ഒരു അയ്യപ്പന്റെ അമ്പലം ഉണ്ട്. അടുത്തൊന്നല്ല, കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ അവിടേക്കാണ് പോകുന്നത്. മലയാളികളാണ് അത് നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ലാസ്റ്റ് ഇയറും വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങടെ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ദൂരം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴെപ്പോഴും പോകാനായിട്ട് പറ്റാത്തത്. ഇങ്ങനത്തെ വിശേഷാവസരങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിച്ചു റെഡി ആയിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. അപ്പം നമ്മൾ കാറിൽ കയറി. എനിക്ക് ഇങ്ങനെ കാറിൽ കയറിയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തലവേദന വരും കേട്ടോ. നമ്മൾ പോകുന്നത് ബാനസവാടിയിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. ഇത് മലയാളികളൊക്കെയാണ് റൺ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ശരത്തേട്ടൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ഇവിടുന്ന് KR പുരത്ത് നിന്ന് പോകുമ്പം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയം എടുക്കും. പിന്നെ പ്ലസ് നിന്ന് വീക്കെൻഡും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. പിന്നെ ചെറിയ വഴിയൊക്കെയാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് പോകാനായിട്ട്. കാറിൽ പ്രത്യേകിച്ചും നമുക്ക് എത്തിച്ചേരാൻ നല്ല സമയമെടുക്കും. അപ്പോൾ 2 വീലറിൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ 4 പേരില്ലേ, 2 പേരൊക്കെ ആണെങ്കിൽ 2 വീലറിൽ പോവാം. അവിടെ അങ്ങനെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ 2 വീലറിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പിടിക്കും. പിന്നെ നമ്മളെല്ലാവരും ഹെൽമെറ്റൊക്കെ വെക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അത് കാരണം കൊണ്ട് 4 പേര് പോകുന്ന കാരണം കൊണ്ട് കാറിലാണ് പോകുന്നത്. കാറിൽ പോകുമ്പോൾ സമയം എടുക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലെങ്കിലും അവിടേക്ക് എത്താൻ അത്യാവശ്യം ദൂരമുണ്ട്. പ്ലസ് കാറിലാകുമ്പോൾ നല്ല സമയം എടുക്കും. ഇങ്ങനെ കമൻസ് ഒക്കെ വരാറുണ്ട്, നമ്മൾ പോകുന്നത് എവിടേക്കാണെങ്കിലും വീഡിയോസിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ പോകുന്ന അമ്പലം കാണിച്ചു തരാം. ഇനി ആരെങ്കിലും പുതുതായിട്ട് ഇവിടെ ബാംഗ്ലൂർ വന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകണം. നമ്മളുടെ ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളുടെ ആളുകൾ റൺ ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ അത്. അപ്പം അത് കാരണം കൊണ്ട് അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോകണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇവിടെ പോയിക്കോ. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നുള്ള ദൂരമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ അവിടുത്തെ ഏരിയയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഏത് റോഡാണ് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ പോന്നിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 15-20 മിനിറ്റ് ആയിട്ടുള്ളൂ വീട്ടിൽ നിന്ന് പോന്നിട്ട്. ഇനിയും ഉണ്ട് അത്യാവശ്യം ദൂരം. ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. കയറി തൊഴുതിട്ട് വേണം കഴിക്കാനൊക്കെ കേട്ടോ. അപ്പം ഇത് ബാനസവാടിയിൽ എവിടെയാണ് ചേർത്തേട്ടാ ഈ അമ്പലം? ബാനസവാടിയിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അമേരിക്കയിലെ ജംഗ്ഷനിൽ എന്ന് പറയില്ലേ, അതുപോലെ ആയി പോവും. എനിക്കങ്ങനെ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ശരത്തേട്ടന് പിന്നെ പോകാനൊക്കെ അറിയാം കേട്ടോ. സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക, അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ സ്ഥലം ഏതാണെന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊന്നും വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ പിക്കും തനും ഉണ്ട്. ഉറക്കം വരുന്നവർക്ക് രാവിലെ എണീറ്റിട്ടേ അങ്ങനെ അങ്ങോട്ട് എണീറ്റിട്ട് നമ്മൾ യാത്ര ചെയ്യാറൊന്നുമില്ലല്ലോ. സ്കൂളിൽ മാത്രമല്ലേ പോകാറുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് തനുകുട്ടിക്ക് തലവേദന എടുക്കണമോ എന്ന് പറഞ്ഞിട്ട് കിടപ്പാണ്. എനിക്കും അതെ, ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്കും തലവേദന വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഏകദേശം എത്താറാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഫ്രണ്ട് ഏരിയ ഒക്കെ ഞാൻ കാണിച്ചു തരാം. വർത്താനം പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് എത്തി. അരമണിക്കൂർ എത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയയിൽ കൂടെ നമുക്കിവിടെ കാർ പാർക്കിങ്ങിനൊന്നും സൗകര്യമില്ല. കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോയിട്ടൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഫ്രണ്ടിലൊന്നും ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സുബയ്യനപാല്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. നമ്മുടെ ബാനസവാടി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. കുറച്ചേ പോരുണ്ടോ കേട്ടോ. അപ്പോൾ അത്യാവശ്യം 2 വീലറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. കാർ പാർക്ക് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അയ്യപ്പൻ്റെ അമ്പലം.
പിന്നെ ഷോർട്ട് പാൻസും ലുങ്കീസും മാക്സി നൈറ്റി ഈ വക സാധനങ്ങളൊന്നും ഇട്ടിട്ട് അമ്പലത്തിനകത്തേക്ക് കയറ്റില്ല. നമുക്കിവിടെ ചെരുപ്പൊക്കെ വെക്കാനായിട്ട് അവിടെ സൈഡിലായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഊരി വെക്കാനായിട്ട് പറ്റും. അതിനുള്ള സൗകര്യമുണ്ട്. അമ്പലത്തിനകത്ത് മെയിൻ പ്രതിഷ്ഠ അയ്യപ്പനാണെങ്കിലും അതുകൂടാതെ സുബ്രഹ്മണ്യനും ഗണപതിയും ശിവനും കൃഷ്ണനും അതുപോലെ നാഗത്താന്മാരും നവഗ്രഹങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നെയ്വിളക്ക് ഒരു പ്രത്യേകതയാണ്. അതെനിക്ക് തോന്നുന്നു 15 രൂപ മറ്റാണ് ഒരു നെയ്വിളക്കിനെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നെയ്വിളക്കൊക്കെ എടുത്ത് കത്തിച്ചായിരുന്നു. പിന്നെ നമ്മുടെ പേരിൽ അർച്ചന നടത്തിയായിരുന്നു. പിന്നെ നമുക്ക് മലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് മാല ഇടാനും മാല ഊരാനും ഇതിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ താൻകുട്ടി അവിടെ നിന്ന് ആലിൻ്റെ ഇല പെറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തിനകത്തുനിന്ന് അങ്ങനെ പെറുക്കി നമ്മുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല മോനേന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ 2-3 എടുത്തപ്പോൾ ഞങ്ങൾ ഒന്നെടുത്തോ ബാക്കിയൊക്കെ അവിടെ വെച്ചോളാൻ പറഞ്ഞപ്പോൾ അത് അവിടെ കൊണ്ടുവയ്ക്കുക. നിറയെ ആലിൻ്റെ ഇലയാണ്. പിന്നെ അത് മാത്രമല്ല കണിക്കൊന്നയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മരമാണ് കണിക്കൊന്നയുടെ. കുറച്ച് നേരം നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എക്സാക്റ്റ് ലൊക്കേഷനും അഡ്രസ്സൊക്കെ ഇതാ ആ ബോർഡിനകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഓണത്തിന് പായസമൊക്കെ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ എന്തോ എഴുതി വെച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് ആ സമയമാകുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോ കേട്ടോ. നാട്ടിലെ ഐറ്റംസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓണസദ്യ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പായസം കിട്ടുമെന്ന് തോന്നുന്നു. എനിവേ നിങ്ങളുടെ യുക്തിപൂർവ്വം നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ തെയ്യം ഉണ്ട് എന്ന് കേട്ടോ. അതിനകത്ത് മുഴുവൻ മലയാളികളായിരുന്നു കേട്ടോ. എനിക്ക് മലയാളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു പരിചയമില്ലെങ്കിലും കൂടി ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവിടെ അമ്പലമാണെങ്കിൽ കാറ് കിടക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെയാണ് ഞങ്ങൾ കാറിട്ടത് കേട്ടോ. ഒരു 10 അടി നടന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ ഉള്ളൊരു വഴി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വീണ്ടും എത്തും. ഞങ്ങളിതേ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വഴി ഒന്നും കൂടിയും കാണിച്ചു തരാം. കണ്ടോ ഈ അമ്പലത്തിൻ്റെ അവിടുന്ന് സ്ട്രെയിറ്റ് ചെന്ന് മുട്ടണത് 4 കൂടിയ ഒരു കവലയാണ്. അതാണ് ആ കാണുന്ന സിഗ്നൽ. അതായത് നമ്മുടെ ബാനസവാടി ജംഗ്ഷൻ എന്ന് പറയും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉത്തം സാഗർ കാണാനായിട്ട് പറ്റും കേട്ടോ. അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഞാനിപ്പോൾ ഓപ്പോസിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നേരത്തെ എനിക്ക് വഴി കാണിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ വർത്താനം പറഞ്ഞ് നേരം കളഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ഒന്ന് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോയ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഉത്തം സാഗറിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കാറൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. സ്പേസൊക്കെ നോക്കിയിട്ട് ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എപ്പോഴും 2 വീലറിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. KR പുരത്ത് നിന്ന് നമുക്ക് 30 മിനിറ്റ് എടുത്തുള്ളൂ. ശരത്തേട്ടൻ എന്താണാവോ 45 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം ട്രാഫിക് ബ്ലോക്ക് അധികം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഉത്തം സാഗറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്ക് എപ്പോഴും കാണും. വെജിറ്റേറിയൻ ഹോട്ടലാണ്. പിക്കുവിന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് അവന് നല്ല ഉറക്കച്ചടവും എന്തോ ക്ഷീണമൊക്കെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ദൈവമേ വയ്യായി എങ്ങാനും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരത്തേട്ടൻ പൂരിയാണ് വാങ്ങിച്ചു പറഞ്ഞത്. അപ്പോൾ അവന് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ചപ്പാത്തിയൊക്കെ ഈ രാവിലെ നേരത്തെ എവിടെ നിന്ന് കിട്ടാനാ. തനക്കുട്ടിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് അമ്മ എന്താണോ ഓർഡർ ചെയ്യുന്നത് അത് തന്നെ അവൾക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു തൈര് വട. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടും കഴിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ്. ശരത്തേണ്ണാണ് കേട്ടോ എൻ്റെ അടുത്ത് കഴിച്ച് നോക്കാൻ പറഞ്ഞത്. അപ്പം നിങ്ങളും ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്തം സാഗറിൽ കയറുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ തൈര് വട ഓർഡർ ചെയ്ത് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് പുളിപ്പൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ അല്ല കേട്ടോ. ചെറിയ മധുരത്തോട് കൂടിയിട്ട് വട ഇങ്ങനെ കഴിച്ച് എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് കേട്ടോ ഇത്. അതുപോലെ ശരത്തേട്ടൻ നീർദോശ ഓർഡർ ചെയ്തു. നീർദോശയ്ക്ക് ആ ഒരു കോമ്പിനേഷൻ തന്നത് ഈ തേങ്ങ ചെറുകിയിൽ പഞ്ചസാര ഏലക്കയൊക്കെ ഇട്ടിട്ട് അത് തിരുമ്മിയതാണ് കേട്ടോ. ഞാൻ പിന്നെ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ മാത്രമല്ല തനക്കുട്ടി അത് തന്നെ ഓർഡർ ചെയ്തത്. മസാല ദോശ 10 പൈസയ്ക്ക് കൊള്ളൂല്ലായിരുന്നു. ലാസ്റ്റ് ടൈം മസാല ദോശ കഴിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ കരിഞ്ഞ ദോശയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തൈര് വടയും ഈ ഒരു നീർദോശയും പിക്കുവിൻ്റെ പൂരിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ശരത്തേട്ടൻ എനിക്കത് ടേസ്റ്റ് നോക്കാൻ തന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ ഈ നീർദോശയ്ക്ക് ഇത്രയും കട്ടി വരില്ല. എന്നാൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നീർദോശ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പായിരുന്നു. അതേ പിന്നെ ഞാനത് ചെയ്യാനായിട്ട് പോയിട്ടില്ല കേട്ടോ.
അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് വശമില്ല. പക്ഷേ ഇത് തിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലിങ്ങനെ പൊന്തി വന്നു. പിക്കുവിൻ്റെ വായിൽ വെച്ച് ഓർത്തപ്പോൾ കണ്ടു, ആ ചപ്പാത്തി മനസ്സിലിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അവന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വീഡിയോയിൽ പറയുന്നു പറഞ്ഞപ്പോൾ അമ്മ വീഡിയോ നിർത്ത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിക്കു നിൽക്കണത്. അവൻ കഴിക്കില്ല, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ കഴിക്കില്ല കേട്ടോ. അവൻ എന്താവോ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ചമ്മലാണ്. ഞാനിട്ട് നിർബന്ധിക്കാനും പോകാറില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയും സ്പേസ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഇത്തവണ ഞങ്ങൾക്ക് പുറത്താണ് സീറ്റ് കിട്ടിയത്. അകത്ത് കുറച്ചും കൂടി ഒരു 10 ടേബിൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാനും തനിക്കുട്ടി എന്താ കഴിച്ച് തിരിച്ചിറങ്ങി വരികയാണ് കേട്ടോ. എനിക്കും വയ്യായിരുന്നു കേട്ടോ ആക്ച്വലി അന്നത്തെ ദിവസം. രാവിലെ നേരത്തെ എണീറ്റിട്ടാണോ തലവേദനയോ ഉറക്കത്തിൻ്റെ ചടവോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പോണ വഴിക്ക് കുറേ പച്ചക്കറിയും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. ഞാൻ വാങ്ങിക്കാറുള്ളതായിരുന്നു. ഇത്തവണ എനിക്ക് തലവേദന കാണുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കാനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇങ്ങനെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നല്ല നല്ല സാധനങ്ങളുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളുണ്ട്. അതിപ്പോൾ ബാംഗ്ലൂർ എവിടെയാണെങ്കിലും നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇന്നിങ്ങനെ ക്ലൈമറ്റും അത് ഒരുമാതിരി ക്ലൈമറ്റായിരുന്നു. വെയിലുമില്ല മഴയുമില്ല, ഇങ്ങനെ മൂടിപ്പിടിച്ച് ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നതും ഞാൻ തലവേദനയുടെ മരുന്ന് എടുത്ത് കഴിച്ച് ഒറ്റ കിടത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കലത്തേക്ക് സാമ്പാറും ജസ്റ്റ് വീട്ടിലെ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ട് അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതാ തനിക്കുട്ടി മുഖത്ത് നിറയെ പൗഡറൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ തുടച്ച് കൊടുത്താണ്. പക്ഷേ അടുത്തിട്ട് എന്താ എനിക്ക് ആനിവേഴ്സറി ആയിട്ട് ഇതേ ഒരു പെട്ടി ചോക്ലേറ്റ് ആണ് തന്നത്. സാധാരണ നല്ല വലിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടാറുണ്ട്. ഇത്തവണ ഞങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്ന ആ എമൗണ്ട് വെച്ചിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. അതിപ്പോൾ ആരാ എന്താ എന്നുള്ളതൊന്നും നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളത് അർഹതപ്പെട്ട കൈകളിലാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്, ഒരു പേഴ്സണൽ സന്തോഷമാണ്. നമ്മൾ എത്രയോ എമൗണ്ടുകൾ എന്തിനൊക്കെയോ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തവണ ഈ ഒരു 10ാം വാർഷികം പ്രമാണിച്ച് ഇത് ഇങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ് കേട്ടോ. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വില കൂടിയ സാധനം വാങ്ങിച്ച് ഒരു മെമ്മറിയായി സൂക്ഷിക്കുന്നതിനെ കഴിഞ്ഞും ഇതിനായിരിക്കും കുറച്ചും കൂടിയും നന്മയുടെ വെളിച്ചം ഉണ്ടാകുക എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശരത്തേനോട് അങ്ങനെ ഒരു ആശയം പറഞ്ഞത്. നമുക്ക് ആ ഒരു തുക എടുത്തിട്ട് ഒരു അർഹതപ്പെട്ട ആളെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാം. എനിക്ക് അങ്ങനെ ഒരാളെ കാണേണ്ടതായിട്ടും കണ്ടുമുട്ടേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. എനിക്കും ശരത്തേനും അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്തവണ ഒരു കുറച്ചുകൂടി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആനിവേഴ്സറി ആയിട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ 10ാം വിവാഹ വാർഷികമല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് മറ്റൊരാളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറും ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ എനിക്ക് ഇടയിൽ എന്തോ ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെ എനിക്കൊരു ചെറിയ കുരു വന്നായിരുന്നു. ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മാറി മാറി 2-3 പ്രാവശ്യം ഈ കണ്ണിൽ ഇങ്ങനെ കുരു വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടു. ഡോക്ടർ എനിക്കൊരു മരുന്ന് തന്നായിരുന്നു. അപ്പോൾ ആ മരുന്നിൻ്റെ കൂടെ നമ്മൾ ഗ്യാസിനുള്ള മരുന്നും കൂടി കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനത് ഇന്നലെയൊക്കെ കറക്റ്റായിട്ട് കഴിച്ചു. ഇന്ന് കാലത്ത് നമ്മൾ അമ്പലത്തിലെല്ലാം പോയി അങ്ങനെ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ അത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ നിന്ന മരുന്നായിരുന്നു. അപ്പം അത് കഴിക്കാണ്ട് അതായത് ഗ്യാസ്ട്രിക്കിൻ്റെ മരുന്ന് കഴിക്കാണ്ട് അത് എടുത്തോണ്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് വയറുവേദനയായി കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ ഉച്ചയ്ക്കൊക്കെ ശേഷം ഭയങ്കര ക്ഷീണം. ഡോക്ടറെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു മരുന്ന് കഴിച്ചാൽ മതി, എന്നിട്ട് പിന്നെ ഡിന്നർ എന്താണെങ്കിലും കഴിക്കുമ്പോൾ അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കേട്ടോ. ഞങ്ങൾ ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ ആ മരുന്ന് എടുക്കാൻ ഞാൻ കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ശരത്തേട്ട് വണ്ടി നിർത്തിയിട്ട് പോയിട്ട് അത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ശരത്തേട്ടൻ വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സത്താറിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് കാണിച്ച ഉത്തം സാഗർ നല്ല റെസ്റ്റോറൻറ്റാണ്. ഇവിടെ A2B ഉണ്ട്, അതും നല്ല റെസ്റ്റോറൻറ്റാണ് കേട്ടോ, വെജിറ്റേറിയൻ. പിന്നെ നിങ്ങൾക്ക് KR-പുരൊക്കെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ സത്താർ നല്ല റെസ്റ്റോറൻറ്റാണ്, നോൺ വെജും വെജും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ആംബിയൻസും നല്ല റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. ഇതുവരെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു അസുഖങ്ങളോ
ഒന്നും വന്നിട്ടില്ല. സർവീസും നല്ലതാണ്. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നൊരു ഗെറ്റ് ടുഗദറൊക്കെ വേണമെങ്കിൽ പോലും ഒരു അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ക്ലിയർ സൂപ്പാണ് പറഞ്ഞത്. കാരണം വേറെ ഒന്നും വേണ്ട, എനിക്ക് ചെറിയ വയറുവേദന ഉണ്ടല്ലോ, മരുന്ന് കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് സൂപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ സൂപ്പ് ക്ലിയർ സൂപ്പായിരുന്നു. വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു സ്റ്റാർട്ടറായിട്ട് ഡ്രാഗൺ ചിക്കൻ എന്തോ ആണ് പറഞ്ഞത്. ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു ചെറിയ പീസ് മാത്രമേ കഴിച്ചുള്ളൂ, കാരണം എനിക്കൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന ആൾ ഇങ്ങനെയാണ് വിളമ്പിയത്. ഞാനത് മുഴുവൻ കഴിച്ചില്ല കേട്ടോ, എനിക്ക് ഭയമായിരുന്നു. പക്ഷെ ഞാൻ ജ്യൂസ് കുടിച്ചു. ഫ്രഷ് ജ്യൂസ് മതി ഇത്തവണ, ഷേക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുടിച്ചു. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് 5 മിനിറ്റ് മാത്രമേ സമയം എടുക്കുന്നുള്ളൂ കേട്ടോ വരാനായിട്ട്. ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ആൾക്കാരുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിക്കൻ എന്തോ ഐറ്റമാണ് പറഞ്ഞത്, കുബൂസൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു കഷ്ണേ ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് ഫുഡൊന്നും കഴിക്കുന്നേ ഇല്ലായിരുന്നു, കാരണം ഒരു മൂഡും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സർവീസ് നല്ലതാണ് കേട്ടോ, അവർ തന്നെ നമുക്ക് സെർവ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്കൊന്ന് പുറകിലോട്ടൊന്ന് നടന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് കേട്ടോ ഞങ്ങളൊന്നൊക്കെ ട്യൂഷനൊന്നും പോവാതെ, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ലീവാണ്. സ്കൂളിലൊക്കെ വിടും, എന്നാലും വൈകുന്നേരം ട്യൂഷന് പോകണ്ടെന്ന് പറയും. എന്നിട്ട് വന്ന് ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലെല്ലാം പോവും. പാറമേക്കാവിലും വടക്കുന്നാഥിലൊക്കെ ഞങ്ങൾ തൊഴുതതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കും. പൊറോട്ടയും ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത് കേട്ടോ. അതന്നെ സ്ഥിരം കഴിക്കാറ്. അപ്പോഴാണ് അതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് പോവും. അപ്പോൾ ഉള്ള ഏതാണ് നല്ല സിനിമ അത് കാണും ഞങ്ങൾ. രാഗത്തിലോ സ്വപ്നയിലോ ഒക്കെ പോയിട്ട് കേട്ടോ. തൃശ്ശൂരത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു വർഷത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ അപ്പോഴൊക്കെ അങ്ങനെ പോവുള്ളൂ, സിനിമയ്ക്കൊക്കെ പോവും. എന്നാലും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് പോയി, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് പോയി, അങ്ങനെ ഞങ്ങൾ നടക്കുന്നത് ആ ഒരു ദിവസം മാത്രമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ പിറന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകും. അച്ഛന് ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരും, പുതിയത് ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചു തരും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ കേക്ക് കട്ടിങ്ങും മിണ്ടണേനും കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളും ഗിഫ്റ്റ് ഷെയർ ചെയ്യലും ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ടും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ചേട്ടനൊന്നും ഒരു പരാതിയും എൻ്റെ അച്ഛനോടോ അമ്മോടോ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ 90s കിഡ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഒരു 90s പെട്ടിട്ടുള്ള ഒരു കിഡാണ്. അപ്പോൾ നമ്മൾ ഏതിനോടും അഡാപ്റ്റീവായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഉള്ള ഈ നല്ല പറയുക ഉയർന്ന ജീവിതമൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും വളരാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം ഒരു വശമുണ്ട് എന്നും കൂടി പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ അവരെ നമ്മുടെ ഒപ്പം വളർത്തിയെടുക്കാൻ കേട്ടോ. ഇവിടുത്തെ മക്കൾക്ക് അത് കാരണം കൊണ്ട് ഒന്നിനോടും അങ്ങനെ വാശിയോ കരച്ചിലോ ഇന്നത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക, ഇന്നത് കണ്ട ഉടനെ അത് കിട്ടണമെന്ന് പറഞ്ഞ് കരയുക, ഇങ്ങനത്തെ പരിപാടി ഒന്നും അവർക്കില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും അച്ഛനമ്മയും പറഞ്ഞ് അനുസരിക്കുകയും അത് കേട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന മക്കളാണ് കേട്ടോ. ഞാൻ എപ്പോഴും അവർക്ക് നമ്മുടെ പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണെങ്കിലും അവരതിൽ നിന്നൊക്കെ കുറേയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ താനുക്കുട്ടിക്ക് ഞാനൊരു ഈവിളൈൻ്റെ കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മാച്ചുള്ള ഒരു മാലയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിക്കുമോൻ മാല വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. പിക്കു രക്ഷാബന്ധൻ്റെ അന്ന് വൈകിട്ട് താനുക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ, അവൻ്റെ സ്വന്തം പൈസ എടുത്തിട്ട്. അപ്പോൾ അതാണ് അവൾ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ സിനിമയ്ക്ക് കയറി. അപ്പോൾ വാഴയാണ് കണ്ടത്. കുഴപ്പമില്ലാത്തൊരു മൂവിയാണ് കേട്ടോ. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു മൂവി. അതോടുകൂടി ഞങ്ങളുടെ 10ാം വിവാഹ വാർഷികം തീർന്നു. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.